ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നൊരു ഫോൺ. പെട്ടെന്ന് സ്കൂളിലേക്ക് വരണം. ഏതെങ്കിലും വക്കീലിനെ പരിചയമുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കൊള്ളൂ. സ്കൂൾ സെക്രട്ടറിയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. എന്റെ ഹൃദയം അടിച്ചു നിൽക്കുകയായിരുന്നു. വക്കീലോ? 8 വയസ്സുള്ള കുട്ടി ഇത്രയും സീരിയസായി എന്ത് ചെയ്തു? സ്കൂളിലെത്തി നോക്കിയപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ കുറച്ച് മാത്രമേ കാറുകളുണ്ടായിരുന്നു. പോലീസുകാരും പുറത്തുണ്ടായിരുന്നു. അധ്യാപകർ വാതിലിനിടയിലൂടെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് വലിച്ചടച്ചു. ഒരു ടീച്ചർ ഫോണിൽ പറയുന്നത് കേട്ടു. പോയ്സൺ കൺട്രോൾ ടീം വരേണ്ടി വരുമെന്ന് തോന്നുന്നു. അകത്ത് പ്രിൻസിപ്പൽ, നഴ്സ്, ക്ലീനിങ്ങിനായി മൈന്റനൻസ് ടീം, ഒരു വക്കീൽ, ഡിസ്ട്രിക്ട് റെപ്രസെന്റേറ്റീവ് എല്ലാവരും കാത്തിരിക്കുന്നു. മാഡം, സംഭവത്തിൽ പോലീസ് ഇടപെടേണ്ടി വരും. ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യണം എന്നാണ് ഓർഡർ. നിങ്ങൾക്ക് സമ്മതമാണോ? ഞാൻ തല കുലുക്കി. എന്താണവൻ ചെയ്തത്? കുട്ടിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും രാസവസ്തുക്കൾ ലഭ്യമാണോ? ലാബ് സെറ്റ്, മരുന്നുകൾ? ഇല്ല. എന്താണ് സംഭവിച്ചത്? അവൻ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്നോ അന്വേഷിക്കാൻ പോയ്സൺ കൺട്രോൾ വിഭാഗത്തെയും വിളിക്കേണ്ടി വന്നു, നഴ്സ് പറഞ്ഞു. അന്നേരം ഞാൻ മനസ്സിൽ കോടതിയും വാർത്തകളും ജയിലുമൊക്കെ കണ്ടു തുടങ്ങി. കുട്ടികൾക്ക് മൂക്കിൽ നിന്നും രക്തമൊക്കെ വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡെസ്ക് ഡ്രോയറിൽ നിന്നും ഒരു സീപ്ലോക്ക് ബാഗ് ട്വീസർ കൊണ്ടെടുത്തു. ഇത് മാജിക് പൗഡറാണെന്ന് പറഞ്ഞ് 5 രൂപ വീതം വാങ്ങി. പറക്കാൻ സാധിക്കും എന്നാണ് അവൻ ക്ലാസ്സിലെല്ലാവരോടും പറഞ്ഞത്. ഞാൻ അമ്പരന്നു. എന്റെ മകന് സ്കൂളിൽ ഡ്രഗ് ബിസിനസ്സോ? പോലീസ്, രാസപരിശോധന എല്ലാം മനസ്സിൽ വന്നു. ഇതെന്തായിരിക്കും? അവസാനം മൈന്റനൻസ് വർക്കർ പറഞ്ഞു, അവൻ കൊണ്ടുവന്നത് ബേക്കിംഗ് സോഡായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ആണ് മനസ്സിലായത്. അവൻ ക്ലാസ്സിലെ 23 കുട്ടികളോട് ഇത് മൂക്കിൽ വലിച്ചാൽ പറക്കാമെന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ബേക്കിംഗ് സോഡ. പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് തുമ്മിത്തുമ്മി ചുവന്ന നിറമുള്ള മുഖം. എല്ലാം ക്രൈം സീൻ പോലെ. ഞാൻ പ്രിൻസിപ്പലിനോട് അവനുവേണ്ടി മാപ്പ് പറഞ്ഞു. ഇത് ആർത്തിക്കില്ലെന്ന് ഉറപ്പുകൊടുത്തു. ഞാൻ എന്റെ ഭാവി ബിസിനസ്മാനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വഴിയിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് പറക്കാൻ പറ്റുമെന്നൊന്നും പറഞ്ഞ് ഒന്നും വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി.